ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മള് കെന്റിലല്ലേ റോച്ചസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എൽസയുടെ ഗിഫ്റ്റാ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫുൾ സൈസ് വന്നിട്ട് ഒരു ജംസീയുടെ മോഡൽ ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. എൽസയുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല. എൽസേനൊന്നും കാണിക്കാന്ന് വെച്ചിട്ട് ഞാൻ 1 മണിക്കൂറായി ഇവിടെ വീഡിയോ പിടിച്ചിരിക്കണം. പക്ഷെ കാറിലാണ് പോണേന്നുള്ളൊരു സമാധാനം. കാറിലെങ്കിലും ജാക്കറ്റ് ഊരിയിട്ടിരിക്കാലോ. പുറത്ത് പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നാൽ ഇതാണ് അവസ്ഥ. ഈ മഴയ്ക്കൊന്നും നമ്മളെ തടുക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയി ഗൈസ്. ഞങ്ങളിപ്പോൾ റോച്ചസ്റ്ററിലെ മാർക്കറ്റൊന്നുമില്ല. നിങ്ങളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. വീക്കെൻഡിൽ മാത്രമേ മാർക്കറ്റുള്ളൂ അത്ര. അപ്പോൾ ഞങ്ങളിവിടെ മെയ്ഡ് സ്റ്റോണിൽ ഒരു മലയാളി കടയുണ്ട്. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ വന്നേക്കാം. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോവും. ഒരു വീട്ടിലേക്ക് പോവും. രാവിലെ എഴുന്നേക്കും പഠിക്കും. നാളെ പണിയുണ്ട്. നല്ല കാറ്റാട്ടോ, ഒടുക്കത്തെ കാറ്റും മഴയും. അപ്പോൾ ഇതാണ് നമ്മുടെ കേരള റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞത്. ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഫസ്റ്റ് തന്നെ പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് ഒരു ചായയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പൊറോട്ട, ബീഫ്, ഗാർലിക് നാൻ, ചിക്കൻ ലോലിപോപ്പ് ഒക്കെയാണ് അവർ പറഞ്ഞത്. എനിക്ക് നോമ്പായതുകൊണ്ട് ഞാൻ അപ്പം വെജ് സ്റ്റൂ ആണ് കേട്ടോ പറഞ്ഞത്. എൻ്റെ ഒപ്പം വെജ് കറി. ഇവരൊക്കെ ചിക്കനും ബീഫും തന്നുകൊണ്ടിരിക്കുക. എൻ്റെ പുറത്തിരുന്നിട്ട് ഞാൻ നോമ്പാ, ഓൺലി വെജ്. ആർക്കും എൻ്റെ നോമ്പിനെ തടുക്കാനാവില്ല. ഈ ബീഫ് അങ്ങനെ മാറ്റി വെക്കുക. വല്ലപ്പോഴേ ഒരു വീഡിയോ ഞാൻ ഇടാറുള്ളൂ. കേസ് ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്കാക്കി തരൂ. അപ്പൊ ഞാൻ എന്നും വീഡിയോ ഇടും. നല്ല ഫുഡായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അവിടുത്തെ ആംബിയൻസും അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയം ഒരു 4:15 ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഞങ്ങളൊരു ഷോപ്പിങ്ങിനൊക്കെ പോയി നേരെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കണേ. പിന്നെ നമ്മൾ മേടിച്ച ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയാൽ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ മോഡലൊക്കെ ഇടണേ. പിന്നെ ഒരു ടീഷർട്ടാണ് മേടിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ.